നമ്മളെപ്പോഴും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് ജനറലി നമ്മൾ കാണാറുള്ള രണ്ട് തരത്തിലുള്ള ഇൻസ്റ്റലേഷൻ ഫയലുകളാണ്. ഒന്ന് x86ഉം രണ്ടാമത് x64ഉം. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ് ഈ x86 അല്ലെങ്കിൽ x64? ഇത് ശരിക്കും റെഫർ ചെയ്യുന്നത് CPUസിനെയാണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ആർക്കിടെക്ചറാണ് ജനറലി നമ്മൾ മിക്കവാറുള്ള ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും സെർവറിലൊക്കെ കാണാറുള്ളത്. ഒന്ന് x86ഉം രണ്ടാമത് x64ഉം. x86 എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് പ്രോസസ്സറാണ്. അതായത് 32 ബിറ്റ് ഡേറ്റ മാത്രമേ അതിന് ഒരേ സമയം പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു ലിമിറ്റേഷനായി. കാരണം ഈ x86 ആയിട്ട് ഉള്ള ഈ ഒരു CPUസിന് മാക്സിമം റാമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 3.8 GB റാം മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒത്തിരി അഡ്വാൻസ് ആപ്ലിക്കേഷൻ റൺ ചെയ്യേണ്ട സമയങ്ങളിൽ നമുക്ക് ഒത്തിരി വലിയ റാമിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പം ഒത്തിരി ഡേറ്റ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒരേ സമയം നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ആണ് നമുക്ക് x64 എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചർ ഇൻ്റൽ കൊണ്ടുവരികയും AMD ഇൻ്റലിനും രണ്ടുപേർക്കും ഉണ്ട് ഈ ഒരു 64 ബിറ്റ് ആർക്കിടെക്ചർ. സോ അപ്പം 32വിൻ്റെ നേരെ ഇരട്ടി. അപ്പോൾ അത്രയും ഡേറ്റ ഒരേ സമയം ഇതിലൂടെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് CPUവിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ഒരു 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ നമുക്ക് ഒരു x86 പ്രോസസ്സർ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കത്തില്ല, അല്ലെങ്കിൽ പ്രോസസ്സറുള്ള ഒരു PC ഇൻസ്റ്റാൾ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇതാണ് ഒരു മെയിനായിട്ടൊരു കാര്യം. പക്ഷേ x64 ഒരു പക്ഷേ നമുക്ക് ഈ 32 ബിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയേക്കാം. കാരണം അത് ആ ഒരു CPUവിൻ്റെ ആർക്കിടെക്ചർ അനുസരിച്ചിരിക്കും. ചില CPU സപ്പോർട്ട് ചെയ്യും, ചില സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് കാണുന്നത് x86ഉം x64ഉം.